ഹലോ ഗൈസ്, പത്തരമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നന്ദു അനി കൊടുത്ത സാരിയൊക്കെ ഉടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് എല്ലാം ഓർത്ത് ആകെ സങ്കടപ്പെട്ട് കരയുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന ഗോവിന്ദനെയും കനകേനെയാണ് കേട്ടോ. അവർ രണ്ടും കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി റെഡിയായിട്ട് താഴെ നയനെ കാണാൻ വരുമ്പോഴത്തേക്കും നയന പറയുവാണ്, നമ്മളല്ലാണ്ട് ഇപ്പം നന്ദുവിൻ്റെ അനിയുടെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളും കൂടി ഉണ്ട്, ആദർശേട്ടനും എല്ലാം അറിയാമെന്ന് പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും ഗോവിന്ദനും കനകയും ചോദിക്കുകയാണ്, എന്തിനാണ് ഈ അവസാന നിമിഷം എല്ലാം ആദർശനോട് പറയാൻ പോയതെന്ന് ചോദിക്കുമ്പോഴേക്കും നടന്ന കാര്യങ്ങളൊക്കെ നയന പറയുവാണ്. എന്നിട്ട് പറയുകയാണ്, ഇന്നലെ ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല, വൈകിയാണ് വന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും ഗോവിന്ദൻ പറയുകയാണ്, എങ്ങനെയും ഈ കല്യാണം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുവാണ് കേട്ടോ. കനകയും പറയുവാണ്, അത് നേരം പണ്ടമ്മ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു മക്കൾ നല്ല കുടുംബത്തിലെത്താനും. അങ്ങനെ എൻ്റെ മൂത്ത മോളുടെ നവ്യയുടെയും അത്യാഗ്രഹം കാരണമാണ് ഇപ്പം നീയും ഇങ്ങനെ ബലിയാടാവേണ്ടതെന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിച്ച് നിൽക്കുവാണ് കേട്ടോ കനക. അത് കഴിയുമ്പോഴത്തേക്കും നന്ദൂട്ടൻ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുവാണ് നയനയോട്. അപ്പോൾ നന്ദു ഒരുങ്ങുവാണ്, അനി കൊടുത്ത സാരിയൊക്കെ ഉടുക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും കനക പറയുന്നുണ്ട്, അത് നേരെ സാരിയൊക്കെ കൊടുക്കേണ്ട പ്രായം പണ്ടേ കഴിഞ്ഞു, എന്തായാലും ഞങ്ങൾ നന്ദൂട്ടനെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞ് ഗോവിന്ദനും കനകയും കൂടെ നന്ദുവിനെ പോയി കാണുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ നന്ദുവിനെ കാണുമ്പോൾ നന്ദുവിനോടും പറയുന്നുണ്ട്, സാരി ഉടുക്കേണ്ട പ്രായമൊക്കെ ഒരുപാട് പണ്ടേ കഴിഞ്ഞു, എന്തായാലും ഇപ്പോഴും മോക്ക് തോന്നിയല്ലോ മോക്കിത് നന്നായിട്ട് ചേരുന്നുണ്ടെന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും നന്ദുവിനോട് പറയാണ്, ഇനി എന്തായാലും അനിയുടെ കല്യാണം കഴിഞ്ഞ് വലിയ താമസിക്കാതെ മോളുടെ കാര്യങ്ങളും നടത്തണം. അമ്മയുടെയും നവ്യയുടെ അത്യാഗ്രഹം കൊണ്ട് മാത്രമാണ് നയനമോളുടെ ജീവിതം ബലിയാടായത്. മോളുടെ കാര്യത്തിൽ അങ്ങനെ പറ്റത്തില്ല, നല്ലൊരു ജീവിതം തന്നെ മോക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും നോക്കും എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ കനക പറയുന്നുണ്ട്, വാ മോളെ എനിക്കുള്ള സമ്മാനം കൊടുക്കാൻ വേണ്ടി പോവാമെന്ന് പറയുമ്പം നന്ദു ആകെ സങ്കടപ്പെട്ട് പറയാണ്, ഞാൻ വരുന്നില്ല അമ്മേ, എന്നെ അനിയുടെ കൂടെ കണ്ടതിൻ്റെ പേരിൽ ഇളയമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്ന് പറയുവാണ് കേട്ടോ. അപ്പം ഗോവിന്ദനും പറയുവാണ്, നേരെ ഇനി ഇവർ പരസ്പരം കാണേണ്ട കാര്യമില്ല, ഇത്രയും വരെയായിരുന്നു നമുക്ക് ചെയ്യേണ്ടിയിരുന്നുള്ളൂ, അതെന്തായാലും നമ്മൾ ചെയ്തു, ഇനിയിപ്പം കല്യാണം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി, നമുക്കിത് കൊണ്ട് കൊടുക്കാം എന്ന് പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും അനിയുടെ മുറിയിൽ അനിയുടെ ഫ്രണ്ട്സിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ ഇവിടുന്ന് പോവുക, ഓഡിറ്റോറിയത്തേക്ക് കണ്ട കളിയാണ്, ഇവിടെ നിന്നാൽ ഫുള്ള് പ്രശ്നങ്ങളാണെന്നൊക്കെ പറയുവാണ് കേട്ടോ. ആ സമയത്താണ് കനക അങ്ങ് വരുന്നത്. കനക പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നലെ കാണിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിനെ വഴക്ക് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, അവരുടെ ഭാഗത്തൊരു തെറ്റുമില്ല എന്ന് പറയുമ്പോഴേക്കും അവരങ്ങ് പോവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ഗോവിന്ദനും കനകയും കൂടെ അനിയോട് പറയാണ്, ഞങ്ങളുടെ ചെറിയൊരു വിവാഹ സമ്മാനമാണെന്ന് പറഞ്ഞ് കയ്യിലൊരു ബ്രേസ്ലെറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ദേവയാനിയും ജലജയും കൂടെ അങ്ങ് വരുവാണ്. അതേപോലെ പറയാണ്, ഒരു പവൻ തികച്ചില്ലായിരിക്കും, എല്ലാവരുടെയും മുമ്പിൽ എന്തെങ്കിലും കൊടുത്തു എന്ന് കാണിക്കണമല്ലോ, അതിനുവേണ്ടി കൊണ്ട് ഇട്ടതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അനി പറയുന്നുണ്ട്, ഇത്രയും ഇവരുടെ അവസ്ഥയിൽ ഇതുപോലും ഇവർ കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട്, 2 പവനുണ്ട് 1 പവനല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇത്ര ബുദ്ധിമുട്ടി എന്തിനാണ് ഇത് കൊണ്ടുവന്നേക്കുന്നതെന്നുള്ള രീതി ദേവയാനി കളിയാക്കി ചോദിക്കുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ജലജ പറയുന്നുണ്ട്, ഇത് സ്വർണ്ണമാണോ എന്ന് എൻ്റെ സംശയം എന്ന് പറയുമ്പോഴേക്കും കനകയ്ക്ക് ദേഷ്യം വന്നിട്ട് കനക പറയുവാണ്, ഈ വീട്ടിലുള്ളവർക്ക് സ്വർണ്ണം കണ്ടാൽ തിരിച്ചറിയാനുള്ള ബോധമുണ്ടല്ലോ, അറിയാവുന്നവർക്ക് അറിയാമെന്നുള്ള രീതിയിൽ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ദേവയാനി പറയുന്നുണ്ട്, ഇവിടെ ഇതുവരെ കയറി വന്ന മരുമക്കളെല്ലാം ഓരോ ശരിയല്ലാത്ത മാർഗത്തിലൂടെ വന്നേ, ഇന്ന് ആദ്യമായിട്ട് ഈ വീട്ടിലോട്ട് ഒരു മരുമോള് കയറി വരാൻ പോവുക. ശരിക്കും അനന്തപുരി തറവാടിന് എങ്ങനെയാണോ ഒരു പെങ്കൊച്ച് കയറി വരേണ്ടത് അതിന് യോഗ്യമായ രീതിയിൽ അത് നിങ്ങളും ഒന്ന് കണ്ടുപിടിച്ചോ എന്നുള്ള രീതിയിലൊക്കെ ഗോവിന്ദനെയും കനകേനെയും കുത്തി സംസാരിക്കുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അനി പറയുവാണ് കേട്ടോ, എന്തായാലും ഈ സമ്മാനത്തിന് ഒരുപാട് നന്ദി, നിങ്ങളുടെ അവസ്ഥയൊക്കെ എനിക്കറിയാം, ഇപ്പം അതിന് വേണ്ടി കാശൊന്നും മുടക്കണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും നയനയും നവ്യയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയാണ്, നിൻ്റെ മരുമോൾക്ക് എന്താണ് കുഴപ്പം, നിൻ്റെ മരുമോൾ വരുന്നോടെ വരെ നിൻ്റെ സ്വഭാവത്തിനും കുഴപ്പമില്ലായിരുന്നു, പിന്നെയും കുഴപ്പം ജലജയുടെ സ്വഭാവത്തിനായിരുന്നു, വന്ന് നിൻ്റെ സ്വഭാവം വളരെ മോശമായിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ സ്വഭാവത്തിൻ്റെ കുഴപ്പമായിട്ടല്ല അമ്മ കണക്കാക്കണ്ടേ, ഇവിടെ ഉള്ള മരുമോളുടെ സ്വഭാവത്തിൻ്റെ കുഴപ്പമായിട്ടാണ് കണക്കാക്കേണ്ടതെന്ന് പറയുവാണ്. അത് കഴിയുമ്പോൾ നമ്മുടെ മുത്തശ്ശി താലിമാല വളരെ നല്ലതായിട്ടുണ്ട്, നല്ല ഡിസൈനാണ്, നയനമോള് ഡിസൈൻ ചെയ്തതല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ജയനും പറയുവാണ്, അതെ നമ്മുടെ ജ്വല്ലറിയിൽ ഏറ്റവും വിറ്റുപോയ ഡിസൈനും ഇത് തന്നെയാണെന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പം ദേവയാനി പറയുന്നുണ്ട്, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പം ജാനകിയും നയനെ നോക്കിയിട്ട് പറയുകയാണ്, നേരാ എനിക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുവാണ്. ജലജ അതുപോലെ തന്നെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ജയനും അജയനും ചോദിക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ടില്ല പിന്നെ എന്തിനായിരുന്നു എടുക്കാൻ പോയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറയുവാണ്, അത് ആദർശ് ചെയ്ത ചതിയാ,
അവനാ പറഞ്ഞത് നല്ല ഡിസൈനാ, ഏറ്റവും നല്ല ഡിസൈനാന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ഞാനുള്ള കാര്യമാണ് പറഞ്ഞേ, നയന ഡിസൈൻ ചെയ്തതാന്നുള്ള സത്യമാണ്, പക്ഷേ ആ കമ്പനിയിൽ നമ്മുടെ ജ്വല്ലറിയിൽ ഏറ്റവും വിറ്റ് പോകുന്നു ഇത് തന്നെയാണെന്നുള്ള രീതിയിൽ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് അടി കിട്ടിയ പോലെ നിൽക്കുവാണ് അവർ 3 പേരും. അത് കഴിയുമ്പോഴത്തേക്കും അനി റെഡിയായിട്ട് താഴോട്ട് വരുവാണ് കേട്ടോ. അനിയുടെ കവിളിൽ ആദർശ് അടിച്ച പാട് കാണുമ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ചോദിക്കുക, നിൻ്റെ കവിളിൽ ഇതെന്താ പറ്റിയേ, ആരെങ്കിലും നിന്നെ തല്ലിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജാനകി പറയുവാണ്, ആദർശ് തന്നെ പറയട്ടെ, ഞാനായിട്ട് പറയണോ അതോ ആദർശ് പറയുന്നോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ആദർശ് പറയാണ്, ഞാൻ തന്നെ പറയാം, ഞാൻ ഇവനെ അടിച്ചത് ഇന്നലെ ഇവന് ഇച്ചിരി മിനിങ്ങിയിട്ടുണ്ടായിരുന്നു, തലേദിവസം കല്യാണത്തിൻ്റെ തലേദിവസം പോയി കുടിച്ചു, അത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു, അതിന് ഞാൻ അടിച്ചതാന്ന് പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും അജയൻ പറയുന്നുണ്ട്, എങ്കിലും ഒരു തെറ്റുമില്ല, കല്യാണത്തിൻ്റെ തലേദിവസം അല്ലല്ലോ കുടിച്ച് ബോധമില്ലാതിരിക്കേണ്ടതെന്നൊക്കെ പറയുവാണ് കേട്ടോ. എങ്കിലും ദേവയാനി പറയുന്നുണ്ട്, എന്നാലും നീ അടിക്കുകയൊന്നും വേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ എൻ്റെ കുഞ്ഞിനെ അടിച്ചത് ശരിയായില്ല എന്നുള്ള രീതിയിൽ ദേവയാനി പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു അനി കൊടുത്ത് സാരിയൊക്കെ കൊടുത്ത് താഴോട്ട് ഇറങ്ങി വരുവാണ്. അപ്പോഴാണ് ഇവരൊക്കെ സംസാരിക്കുന്നത് കാണുന്നത് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ദേവയാനി പറയുകയാണ്, എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കുമെന്ന് പറഞ്ഞ് മുത്തശ്ശിക്ക് മുതൽ അവിടെയുള്ള എല്ലാവരുടെയും അനുഗ്രഹം അനി മേടിക്കുവാണ് കേട്ടോ. അങ്ങനെ ദക്ഷിണയൊക്കെ കൊടുത്ത് അനുഗ്രഹമൊക്കെ മേടിക്കുവാണ്. ഇതെല്ലാം നന്ദു മാറി നിന്ന് കാണുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട്, വാ ഇറങ്ങാനുള്ള സമയമായി, ഇനി വെറുതെ സമയം കളയണ്ട എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ അനി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നന്ദുവിനെ കാണുവാണ്. അനി മേടിച്ചു കൊടുത്ത സാരിയൊക്കെ കൊടുത്ത് നന്ദുവിനെ കാണുമ്പോഴത്തേക്കും അനി ചെറുതായിട്ട് നന്ദുവിനെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ജാനകി ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ജാനകി ഇത് കാണുമ്പോഴത്തേക്കും ജാനകിക്ക് പിന്നെയും ദേഷ്യം വരുവാണ്. പക്ഷെ ജാനകി ഒന്നും പ്രത്യേകിച്ച് ആരുടെയും മുമ്പിൽ വെച്ച് പറയുന്നില്ല. പക്ഷെ നേരെ മറിച്ച് ജാനകി പറയുവാണ്, വാ ഇറങ്ങാം, സമയം പോയി, ഇറങ്ങാൻ നോക്കുമെന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ അനി ഇറങ്ങുന്ന കണ്ട് നന്ദു ആകെ വിഷമിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ നയന ചെന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, സാരമില്ല മോളെ, എല്ലാം അറിഞ്ഞെങ്കിലും നീ ഇങ്ങോട്ട് വരാത്തത് നന്നായി, അച്ഛൻ പറഞ്ഞ പോലെ ആദർശേട്ടനും നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നായിരുന്നു, പക്ഷെ നമ്മളത് മുതലെടുക്കാൻ പാടില്ലല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പറയാണ്, ഒരു കണക്കിന് ഈ ദുഷ്ടക്കൂട്ടങ്ങളുടെ ഇടയിലോട്ട് നീ വരാത്തത് നന്നായി, നിനക്കിതിലും നല്ലൊരു ബന്ധം കിട്ടും എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ നന്ദുവിനെ ആശ്വസിപ്പിക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്